ഹലോ ഗൈസ്. ഇന്ന് നമുക്ക് ഷൂളയിലെ അസൂബി ടാഗാണ്. അസൂബി ടാഗ് മീൻസ് സ്റ്റുഡൻസ് ഡേ. പക്ഷെ ഞങ്ങൾ വിചാരിച്ചു എന്തോ ആനുവൽ ഡേ എന്തോ ആണെന്ന്. ഉടുപ്പൊക്കെ ഇട്ട് ഈ 0° വല്ല ആവശ്യമുണ്ടായിരുന്നു. ഞങ്ങൾ മാത്രം വലിയ കാര്യത്തിൽ ഉടുപ്പൊക്കെ ഇട്ട് ഒടുക്കത്തെ പൊട്ടിയിട്ട് ഇറങ്ങിയപ്പോ ഇവള് നല്ല മേക്കപ്പെല്ലാം ചെയ്ത് വന്നു. ഞാൻ സിമ്പിൾ ആയി പോയെന്നായിരുന്നു എന്റെ പേടി. വള കമ്മൽ ഒന്നിട്ടൊരു കുറവില്ല. അപ്പോഴത്തേക്ക് ഞങ്ങള് ബസ് സ്റ്റോപ്പിൽ നോക്കുമ്പോ ഞങ്ങളുടെ കൂട്ടത്തിലുള്ള സീനിയേഴ്സ് ഒക്കെ ജീൻസും ടോപ്പിട്ടിട്ട് അപ്പൊ ഇവിടെ വിളിച്ച് വേഗം ഞാൻ ഒറ്റപ്പെട്ടു പോയി. പിന്നെ കുഴപ്പമില്ല, ഇതും സിമ്പിൾ. ഞങ്ങള് നോർമലി ക്ലാസ്സിന് പോകുമ്പം ചുരിദാറൊക്കെ ഇട്ടിട്ട് വരുന്ന ആൾക്കാരുണ്ട്. നമ്മൾ ഉള്ളിലോട്ട് കയറട്ടെ ഗൈസ്. ബൈ ബൈ. Emma und Vanessa, die ganz kurz organisatorisch. Wie gesagt, Essen, Trinken könnt ihr euch gerne jederzeit bedienen. Sich gleich ആരെന്നെ കാണാനാ? എന്താ ഇപ്പൊ അവിടെ ചെയ്തേ? അതിനെ പ്രസ് ചെയ്ത് എന്തിനായിരുന്നു അത്? അത് എന്നെ ക്രാഫ്റ്റ് നോക്കാനായിട്ട് എത്ര സ്ട്രെങ്ത് എനിക്കുണ്ടെന്ന് അറിയാൻ. നീ യൂട്യൂബിൽ ഇടാനാണോ? എന്റെ പേര് ആൻ. ഞാൻ ഇവക്കടെ സീനിയർ ആണ്. വേറെ ഒന്നുമില്ല പറയാം. എന്നെ പറ്റി 2 വാക്ക്. എന്തിനാ പോയത് പറയുന്നത്? പ്രത്യേകിച്ച് ചെറുതാണോ പെണ്ണു. ഞാനോ? നോക്കാൻ നിൽക്കുന്നുണ്ട്. അമൃതേ, ക്രാഫ്റ്റ് നോക്കാൻ നിൽക്കുവാണോ? ജയിക്കോ നീ? ലോകാണ്. എന്താണ് ഈ നാട്ടിൽ? കൊച്ചിയാ? അങ്കമാലി. എന്താണ്? ഒന്നില്ല മോനെ. എല്ലാരും ഷെയർ സബ്സ്ക്രൈബ്. ഞാൻ എവിടെയോ എല്ലാരും ഷെയർ സബ്സ്ക്രൈബ്. ഡബിള് അവിടെയും കണ്ടു ഇവിടെയും കണ്ടു. Cheers. Pros. Come on. Prost. Yes. Yeah. Jacknet famous. Okay, yeah. He's the influencer in India. Auf YouTube, ich folge dir. Yeah. Ich sehe immer deine Video. Yeah. Beste Tage in Deutschland. Genau. Prost. Aber keine. കണ്ണിന് നോക്കണ്ട. പ്രോസ്റ്റ് അടിച്ചവ ഒന്നുകൂടെ കണ്ണിന് നോക്കണേ. ഞങ്ങൾ അനാഥരാണ്. അനാഥർ ആണ്. ഗുണ്ടകളല്ല. Gunderlala? അല്ല. Sehr gut. Was heißt das auf Deutsch? ഞങ്ങൾ അനാഥരാണ്. ഗുണ്ടകളല്ല. ഞങ്ങൾ അനാഥരാണ്. ഗുണ്ടകളല്ല. എന്താണ് പറയാനുള്ളത് എന്റെ ബ്ലോഗില്? ദേവനന്ദയുടെ ബ്ലോഗ് വളരെ നന്നായിട്ട് പോകുന്നുണ്ട്. എനിക്ക് വളരെ ഇഷ്ടമാണ്. ഞാൻ എല്ലാ ദിവസവും കാണാറുണ്ട്. എന്ന് ഞാൻ ആശംസിക്കുന്നു. എൻ്റെ എല്ലാവിധ ഹൃദയം നിറഞ്ഞ ആശംസകളും.
ഓക്കെ എനിക്ക് രണ്ടു വാക്ക് എന്നെ പറ്റിയും കൂടെ പറഞ്ഞോ. ദേവനന്ദ എന്റെ ജൂനിയറാണ്. ആദ്യം വന്നപ്പം എനിക്ക് അത്ര വലിയ പിടിച്ചില്ലായിരുന്നു. ഭയങ്കര അഹങ്കാരിയാണെന്നാണ് ഞാൻ ഓർത്തിരുന്നത്. പക്ഷെ അത് കഴിഞ്ഞ് ഞങ്ങളൊരു കുടുംബം പോലെയായിരുന്നു. എപ്പോഴും എന്റെ വീട്ടിൽ വരുമായിരുന്നു. ഞാൻ ഉണ്ടാക്കുന്ന ഭക്ഷണം വരെ കഴിക്കാൻ ഞാൻ കൊടുക്കുമായിരുന്നു. എന്റെ അനിയത്തിക്കുട്ടീനെ പോലെ തന്നെയാണ്. ഇപ്പം വളരെ ഫേമസ് ആയിക്കൊണ്ടിരിക്കുകയാണ് ഞങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് ദേവനന്ദയ്ക്ക് കൊടുക്കണമെന്ന് ഞാൻ ഇതിലൂടെ പറയുന്നു. പ്രാസംഗിക എല്ലാരും എന്നെ വെറും അഹങ്കാരിയാന്നാ വിചാരിക്കുന്നത്. പെട്ടെന്ന് ആദ്യം പക്ഷെ സംസാരിച്ചപ്പോൾ കുഴപ്പമില്ലായിരുന്നില്ല. ഇഷ്ടമായി. oder gleiche Kultur, die werden auch bestimmt die gleichen Schwierigkeiten haben. ഗൈസ് ഇവക്ക് ഇത്രയും ടിഷ്യൂസ് കിട്ടി ഗൈസ്. എങ്ങനെയാണ് നീ ഇത്രയും ടിഷ്യൂസ് അടിച്ചു മാറ്റിയത്? അതൊരു ചെയ്ത കുറ്റം ഷെയർ ഇട്ടെടുത്തു ഗൈസ്. അങ്ങനെ നമ്മുടെ പരിപാടി കഴിഞ്ഞു ഗൈസ്. അയ്യോ ഇവളുടെ ഉടുപ്പ് കാണിച്ചു തരാം. തണുപ്പുണ്ട് ഗൈസ്. ലുക്ക് അറ്റ് ദ വ്യൂ. ഓ മൈ ഗോഡ്. ഇവിടുത്തെ സ്കൈ അതാണ് സ്കൈ. ഡ്രസ്സ് മാച്ച് ആയിട്ട് വന്നു ഞാൻ. സോ വൈ നോട്ട് ഒരു റീൽ എടുത്തൂടാ. സോ ഞങ്ങൾ റീൽ എടുക്കാന്ന് ഓർത്തു ഗൈസ്. ഞങ്ങൾ റീൽ എടുത്തിട്ട് നല്ല കാറ്റുണ്ട്. കാറ്റ് നല്ല തണുപ്പുണ്ട്. കാൾട്ടസ് വിൻഡ് ഗൈസ്. അങ്ങനെ നമ്മൾ റീലും എടുത്തു, കുറെ ചളവുള്ള വീഡിയോസും എടുത്തു, കുറെ എന്തെല്ലാം എടുത്ത് ഒട്ട വീഡിയോസ് എടുത്തു. ഇനി ഞങ്ങൾ തിരിച്ച് വീട്ടിലോട്ട് പോവാണ്. ഇവക്ക് വേറെ റിഷ്ടുങ്ങാണ്. ഇവക്ക് വേറെ വഴിയാണ്, ഞങ്ങൾക്ക് വേറെ വഴിയാണ്. ദിസ് ഈസ് അവർ ജൂനിയർ. ജൂനിയർ മാത്രമാണ് പറയാൻ വാക്കുകളില്ല. അതെ. യെസ്. ആൻഡ് എന്താണ് ജൂനിയർ ആണെങ്കിലും വയസ്സ് സെയിം ആണ്. നല്ല കുട്ടിയാണ്. നല്ല കുട്ടിയാണ്. ഞാൻ ഇന്ന് എല്ലാവരോടും എന്നെ പറ്റിയിട്ട് പറയാനാ പറ. നീ എന്നെ പറ്റി പറ. അതെ, ദേവനന്ദ വളരെ നല്ലൊരു കുട്ടിയാണ്. അറിയാണ്ട് ഇങ്ങനെ വെറുതെ പറയുക നല്ല കുട്ടിയാണ്. ഭാവിയില് വലിയൊരു വ്ളോഗർ ആകട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. പിന്നെ ഇത്രത്തിനുള്ള അതായത് വളരെ നല്ല കുട്ടിയാണ്, സുന്ദരിയാണ്, സുശീലയാണ്, സുമുഖിയാണ്. എന്താ കൂടുതൽ വേണ്ടേ? ആ സൗന്ദര്യം നോക്കൂ, ആ മുഖത്തോട്ട് നോക്കൂ, ആ തേജസ് നോക്കൂ, ഓജസ് നോക്കൂ. അവിടെ പറയണോ? അവിടെ എന്തിട്ടാ അസികയും സുന്ദരിയാണ്, സുശീലയാണ്. ആവശ്യമില്ല. ഇത് കട്ട് ചെയ്യാം. അസികയെ പറ്റി പറഞ്ഞ കട്ട് ചെയ്തിട്ട് എന്നെ പറ്റി പറയാം. വ്ളോഗിൽ എന്നെ കുറിച്ച് മാത്രം നല്ല പറഞ്ഞാൽ മതി അല്ലേ? അപ്പൊ നമ്മള് ഇന്നത്തെ വ്ളോഗ് നമ്മൾ നിർത്താണ് ഗൈസ്. സോ എടി എന്നെ കണ്ട അഹങ്കാരി ലുക്കല്ലേടി ഫസ്റ്റ് എല്ലാരും പറയാറുണ്ടടി. എനിക്കത് ശീലമായി. ഇപ്പൊ വിഷമില്ല, ആദ്യമൊക്കെ വിഷമമുണ്ടായിരുന്നു. എടി ഇപ്പുറത്തെ കാടി അസിയെ. അപ്പൊ നമ്മള് നമ്മുടെ വ്ളോഗ് നിർത്താണ് ഗൈസ്. ഫ്രം ബൈ ബൈ ദേവനന്ദ. അസിക. So bye bye.